അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവിൻ്റെ വേദിയിൽ പ്രക്ഷുബ്ധ കാലങ്ങൾ തുഴഞ്ഞു വന്ന മനുഷ്യനൗക എന്ന ചർച്ചയിലാണ് നാം ഉള്ളത്. മനുഷ്യരുടെ പ്രതിസന്ധികൾക്ക് മനുഷ്യവംശത്തോളം തന്നെ പഴക്കമുണ്ട്. പ്രകൃതികൾ സ്വയമേവ പുറപ്പെടുവിച്ചിട്ടുള്ള പ്രതിസന്ധികളും രാഷ്ട്രീയ അധികാര മേധാവിത്വത്തിൽ നിന്ന് ഒരു പറ്റം മനുഷ്യർ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ, ഇങ്ങനെ പ്രതിസന്ധികളുടെ പ്രക്ഷുബ്ധങ്ങളുടെ ഒട്ടനവധി അനുഭവങ്ങൾ, ഓർമ്മകൾ രചനകളിലൂടെയും വാമൊഴിയിലൂടെയുമെല്ലാം നാം കണ്ടുവന്നിട്ടുണ്ട്. ആ പ്രതിസന്ധി കാലങ്ങളെ സാഹിത്യത്തിലൊക്കെ വിഹ്വല സാഹിത്യം എന്ന് പറഞ്ഞ് തന്നെ ഒരു സംവർഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ മനുഷ്യർ കടന്നു വന്നിട്ടുള്ള പ്രതിസന്ധി കാലങ്ങളെ മറികടക്കാൻ എന്തായിരുന്നു അവർക്ക് ഊർജമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്തത് എന്നൊരു കൗതുകം നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഒരു കൗതുകത്തെ മുൻനിർത്തി തന്നെയാണ് നമ്മൾ പ്രക്ഷുബ്ധ കാലത്തെ തുഴഞ്ഞു വന്ന മനുഷ്യനൗകയിൽ മനുഷ്യവംശത്തെ പ്രതീക്ഷയിലേക്ക് നയിച്ചത് എന്തായിരുന്നു എന്നൊരു ചോദ്യത്തെ മുൻനിർത്തിയിട്ടാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ സെഷനിൽ നമ്മോടൊപ്പമുള്ളത് ചരിത്രകാരനും അധ്യാപകനുമായിട്ടുള്ള ഡോക്ടർ സക്കീർ ഹുസൈൻ മാസ്റ്റർ, അതുപോലെ മലബാർ ഫൗണ്ടേഷൻ റിസർച്ച് സെൻറ്ററിൻ്റെ തലവനായിട്ടുള്ള നൂറുദ്ദീൻ നൂറാനി എന്നിവരാണ്. ആദ്യം എങ്ങനെയാണ് മനുഷ്യവംശം പ്രക്ഷുബ്ധ കാലങ്ങളെ മറികടന്നത് എന്നതിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു എത്തിനോട്ടം നമുക്ക് നടത്താമെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ സക്കീർ ഹുസൈൻ സാറിൽ നിന്ന് തുടങ്ങാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ പ്രതീക്ഷാ നിർഭരമായ ഒരു വിഷയമാണ് നമുക്കിവിടെ ആലോചന ചെയ്യുവാനുള്ളത്. ഇതൊരു പ്രതീക്ഷയുടെ സാംസ്കാരികോത്സവമാണ്, സാഹിത്യോത്സവമാണ്. വാസ്തവത്തിൽ ചരിത്രം, ഭാഷ, സാഹിത്യം എന്നത് മനുഷ്യജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട 3 വേരുകളാണ്, അടിപ്പടവുകളാണ്. ഇത് മൂന്നും രൂപപ്പെട്ടത് മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നാണ്. മനുഷ്യജീവിതത്തിനകത്ത് രൂപപ്പെട്ട ഒരു അനുഭവ മണ്ഡലമാണ് ഭാഷ. മനുഷ്യജീവിതത്തിനകത്ത് രൂപപ്പെട്ട മറ്റൊരു അനുഭവ മണ്ഡലമാണ് സാഹിത്യം, ചരിത്രം എന്നൊക്കെ പറയുന്നത്. ഇതിൽ മൂന്നിലും ഉൾച്ചേർന്ന ഒരടിസ്ഥാന ഭാവം, അടിസ്ഥാന ഫീലിംഗ്, അനുഭൂതിയാണ് വാസ്തവത്തിൽ പ്രതീക്ഷ എന്ന് പറയുന്നത്. നമ്മൾ നിത്യജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രതീക്ഷ. വാസ്തവത്തിൽ സാമാന്യമായി നാം ഉപയോഗിക്കുകയും എന്നാൽ സമഗ്രമായി ചൂഴ്ന്നു നിൽക്കുന്നതുമായ ഒരാശയലോകമാണ് ഈ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു സംസ്കൃത വാക്കാണ്. പ്രതി പ്ലസ് ഈക്ഷ സമം പ്രതീക്ഷ. ഈക്ഷ എന്ന് പറഞ്ഞാൽ നോട്ടം എന്നാണ് അർത്ഥം. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ പ്രതിയായ ഈക്ഷ. അപ്പോൾ കാര്യങ്ങളിലേക്കുള്ള നോട്ടം. കാര്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ കാരണം ഉണ്ടാവണം, കാരണം ഉണ്ടാവണമെങ്കിൽ കർമ്മം ഉണ്ടാകണം. ഒരാളൊരു കർമ്മം ചെയ്തിട്ട്, ഒരു പ്രവൃത്തി ചെയ്തിട്ട് അതിൻ്റെ ഫലത്തിലേക്കുള്ള നോട്ടമാണ് യഥാർത്ഥത്തിൽ ഈ പ്രതീക്ഷ എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ ചരിത്രപരതയിലേക്കും ഇതിൻ്റെ സാഹിത്യപരതയിലേക്കും ഇതിൻ്റെ കാവ്യ കാൽപ്പനികതയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ്
ഈ വാക്കിൻ്റെ ഒരു അർത്ഥം അത് വളരെ പ്രധാനമാണ്. വാക്കിൻ്റെ ഒരു നിൽപ്പ് അത് വളരെ പ്രധാനമാണ്. അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിൽ നിന്ന് വേണം വാസ്തവത്തിൽ നമ്മുടെ ഈ ചർച്ചയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ആ നിലയിലാണ് ഞാൻ ഈ വാക്കിൻ്റെ ഒരു പദനിഷ്പത്തിയെക്കുറിച്ച് പറഞ്ഞത്. ഇംഗ്ലീഷിൽ നമ്മൾ ഹോപ്പ് എന്ന് പറയും, ആൻറ്റിസിപ്പേഷൻ എന്ന് പറയും, ലുക്ക് ഫോർവേഡ് എന്നൊക്കെ പറയും. വാസ്തവത്തിൽ ഈ പ്രതീക്ഷയ്ക്ക് സമാനമായി നമ്മൾ ആശ എന്നും പറയാറുണ്ട്. പക്ഷേ ഈ ആശയും പ്രതീക്ഷയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കർമ്മം ചെയ്യാതെ നമ്മൾ വെറുതെ ഇരുന്ന് ആശിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന തോന്നലാണ് ആശ. ഒരു പ്രവൃത്തി ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിനുള്ള കാത്തിരിപ്പാണ് പ്രതീക്ഷ. ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ആശക്ക് നമ്മൾ വിഷ് എന്ന് പറയാം, വിഷ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ല് പറയാറുണ്ട്, ദ ഗ്രേറ്റ് മൈൻഡ്സ് ഹാവ് പർപ്പസസ്, അതേഴ്സ് ഹാവ് ഓൺലി വിഷസ്. കരുത്തുറ്റ മനസ്സുകളുടെ മുമ്പിൽ ലക്ഷ്യങ്ങളുണ്ടാകും, അല്ലാത്തവരുടെ മുമ്പിൽ വെറും ആശകൾ മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ഒരു കർമ്മവും നമ്മൾ പ്രവൃത്തികളൊന്നും ചെയ്യാതെ, കർമ്മത്തിൻ്റെ പിന്തുണയില്ലാതെ നമ്മൾ ഒരു ഫലത്തെക്കുറിച്ചുള്ള ആലോചനയാണ് വാസ്തവത്തിൽ ആശ എന്ന് പറയുന്നത്. അത് മനുഷ്യർക്ക് അത്തരം ആശകളൊന്നും വാസ്തവത്തിൽ അത് കേവലം ആശകൾ മാത്രമാണ്, മോഹങ്ങൾ മാത്രമാണ്. അരിമണി ഒന്നും കുറിക്കാനില്ല, തരിവളയിട്ട് കിളിക്കാൻ മോഹം എന്ന് പണ്ട് നമ്പ്യാർ പാടിയല്ലോ. ആർക്കും ആശിക്കാം. പക്ഷെ പ്രതീക്ഷ അങ്ങനെയല്ല. പ്രതീക്ഷിക്കണമെങ്കിൽ നമുക്കൊരു കർമ്മം ചെയ്യണം, ഒരു ഇടപെടൽ നടത്തണം. ചരിത്രത്തിൽ നമ്മളൊരു ഇടപെടൽ നടത്തുമ്പോൾ അതിനൊരു ഫലം ഉണ്ടായിത്തീരും. ഓസ്കാർ വൈൽഡിൻ്റെ പ്രസിദ്ധമായ ഒരു പ്രസ്താവമുണ്ട്, നിങ്ങൾ ഇടപെടുക, നിങ്ങൾ പ്രവർത്തിക്കുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ടിനെ കാത്തിരിക്കുക. അതിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ അത് വന്നുകൊള്ളും. ഇങ്ങനെ ഈ നാം ചെയ്ത പ്രവൃത്തിയുടെ ഫലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് യഥാർത്ഥത്തിൽ ഈ പ്രതീക്ഷ എന്ന് പറയുന്നത്. ചരിത്രത്തിൽ എങ്ങനെയാണ് പ്രതീക്ഷകൾ ഇടപെട്ടത്? സാഹിത്യത്തിൽ എങ്ങനെയാണ് സത്യത്തിൽ പ്രതീക്ഷകൾ ഇടപെട്ടത്? നമ്മുടെ കവിതയിൽ എങ്ങനെയാണ് പ്രതീക്ഷകൾ ഇടപെട്ടത് എന്നുള്ളതാണ് ചോദ്യം. ഇനി ഞാൻ അതിലേക്ക് വരാം. വാസ്തവത്തിൽ മനുഷ്യന്മാർക്ക് ഇവിടെ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പണിയെടുക്കണം. ഈ പണിയെടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക? അനുഭവം ഉണ്ടാവും. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഭൂതം, വർത്തമാനം, ഭാവി, ഇങ്ങനെ ത്രികാല ബന്ധങ്ങളിൽ ബന്ധിതമാണ്. ഭൂതത്തിൽ നിന്നും വർത്തമാനത്തിൽ നിന്നും നമുക്ക് എന്താ ഉണ്ടാവുക? അനുഭവം ഉണ്ടാവും. എന്നാൽ ഭാവി ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഭാവിയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഇതാണ് വാസ്തവത്തിൽ പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്നത് ഏതൊരു സമൂഹത്തിൻ്റെയും ചരിത്രത്തിൽ അവരുടെ അനുഭവ പാഠങ്ങളിൽ, അവരുടെ നിർമ്മിതികളിൽ, സർഗാത്മകമായ നിർമ്മിതികളിൽ ഏറ്റവും അടിപ്പടവായി വർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ പ്രതീക്ഷ തന്നെയാണ്. മനുഷ്യൻ്റെ സൗന്ദര്യബോധത്തിൽ നിന്നാണ് ഈ പ്രതീക്ഷ വരുന്നത്. മനുഷ്യൻ്റെ സർഗാത്മകതയിൽ നിന്നാണ് വാസ്തവത്തിൽ ഈ പ്രതീക്ഷ വരുന്നത്. സർഗാത്മകത ഇല്ലാത്ത സമൂഹത്തിന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. സർഗാത്മകത എന്ന് പറയുന്നത് വരുന്നത് മനുഷ്യൻ്റെ അനുഭൂതികളിൽ നിന്നാണ്. ഈ അനുഭൂതി എന്ന് പറയുന്നത് വാസ്തവത്തിൽ അനുഭൂതിക്ക് നാം ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ഫീലിംഗ് എന്നാണ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്ന വാക്ക് ഫീലിംഗ് എന്നാണ്. ഈ ഫീലിങ്ങിൻ്റെ ഒരു പ്രശ്നം, ഫീലിങ്ങിന് ലോജിക്കില്ല എന്നുള്ളതാണ്, ഈ യുക്തിയില്ല. യുക്തിയില്ലാത്ത കാലത്തോളം ഈ സാധനം കൃത്യമായിട്ട് നമുക്കത് പറഞ്ഞു കൊടുക്കാനും കഴിയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി. നമ്മുടെ ചരിത്രത്തിൻ്റെ, നമ്മുടെ ഭാഷയുടെ, നമ്മുടെ സാഹിത്യത്തിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം ഭാവനയാണ്. ഭാവന വരുന്നത് മനുഷ്യരുടെ പ്രതീക്ഷകളിൽ നിന്നാണ് എന്ന് മാത്രം ഞാനിപ്പോൾ സംഗ്രഹിക്കുന്നു. അടുത്ത ഘട്ടം നമുക്കിതിനെ വിപുലീകരിക്കാം. അസ്സലാമു അലൈക്കും. സിക്കർ ഹുസൈമാഷ് വളരെ ഈ പ്രതീക്ഷ എന്ന പദത്തിൻ്റെ അതിനൊരു ആഴവും പരപ്പും വളരെ കൃത്യമാക്കി നൽകി. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ള വളരെ പ്രമുഖനായിട്ടുള്ള ഒരു അറബ് ഇസ്ലാമിക് പണ്ഡിതനാണ് ഇബ്നു ഖൽദൂൻ. ഇബ്നു ഖൽദൂൻ്റെ മുഖദ്ദിമ നമുക്കെല്ലാവർക്കും അറിയാം.
കിതാബുൽ ഇബർ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ചരിത്ര പുസ്തകത്തിന് അദ്ദേഹം എഴുതിയ ഒരു ആമുഖമാണ് മുഖദ്ദിമ. മലയാളത്തിൽ അതിന് ആമുഖം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിവർത്തനം ചെയ്യാം. പക്ഷേ കിതാബുൽ ഇബറിനേക്കാളും വളരെ പ്രസിദ്ധി ആർജിച്ചത് ഇബ്നു ഖൽദൂനിൻ്റെ മുഖദ്ദിമയായിരുന്നു. മുഖദ്ദിമ ഒരുപാട് വിഷയങ്ങൾ അത് അവലോകനം ചെയ്യുന്നുണ്ടെങ്കിലും മുഖദ്ദിമയിൽ ഇബ്നു ഖൽദൂൻ ഊന്നി പറയുന്നൊരു കാര്യം, അതിൻ്റെ സെൻട്രൽ തീം എന്നൊക്കെ പറയുന്നത് മനുഷ്യനായിട്ട് ജീവിക്കുന്നു, മനുഷ്യൻ സമൂഹമായിട്ട് ജീവിക്കുന്നു, ആ സമൂഹം പിന്നെ ഒരു വലിയൊരു നാഗരികതയായിട്ട് പരിവർത്തിക്കപ്പെടുന്നു. ഇങ്ങനെ നാഗരികമായിട്ട് മാറിയൊരു സമൂഹത്തിൻ്റെ ഒരു സമൂഹം നാഗരികമാവുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റൊരു അതിൻ്റെ ഒരു ഏറ്റവും ഉത്തുംഗമായിട്ടുള്ളൊരു ഘട്ടമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നാഗരികമായിട്ടൊരു സമൂഹം എങ്ങനെയാണ്, ഏതൊക്കെ ഘട്ടത്തിലാണ് അത് ഉയർച്ചയിലേക്കും താഴ്ചയിലേക്കും പോകുന്നത് എന്ന് ഇബ്നു ഖൽദൂൻ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. വളരെ ഗഹനമായിട്ടുള്ളൊരു പഠനമാണ്. ഇൽമുൽ ഉംറാൻ അല്ലെങ്കിൽ സയൻസ് ഓഫ് സിവിലൈസേഷൻ, അതല്ലെങ്കിൽ പിന്നെ നാഗരികതയുടെ ഒരു ശാസ്ത്രം എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഈ ഒരു ഇബ്നു ഖൽദൂൻ്റെ ഒരു കോൺസെപ്റ്റിനെ വളരെ വിശദമായിട്ട് ഒരുപാട് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ഇബ്നു ഖൽദൂൻ പറയുന്നത് ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യ നാഗരികതയുടെ ഒരു രാഷ്ട്രത്തിൻ്റെ അതിൻ്റെ ഉയർച്ചയും താഴ്ചയും സ്വാഭാവികമാണ്. അത് ചരിത്രത്തിൻ്റെ ഒരു ചാക്രികത എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു സൈക്ലിക്കൽ പ്രോസസ്സാണ്. അത് നിരന്തരം ഒരു സമൂഹത്തിൽ മനുഷ്യരിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഉയർച്ച വരുന്ന സമയത്ത് അതിനെ നിലനിർത്താനും താഴ്ച വരുന്ന സമയത്ത് അതിനെങ്ങനെ മറികടക്കണം എന്നുള്ളതാണ് എല്ലാ സമയത്തും മനുഷ്യ സമൂഹം ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ താഴ്ച വരുന്ന സമയത്തിൽ ഇബ്നു ഖൽദൂന് പഠിക്കുന്നത്, ഇബ്നു ഖൽദൂൻ അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന പിന്നെ നോർത്ത് ആഫ്രിക്കയിലൊക്കെ ഉണ്ടായിരുന്ന പല ഭരണകൂടങ്ങളെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പഠന വിഷയമാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഘട്ടത്തിലേക്ക് എങ്ങനെയാണ് ഈ സമൂഹങ്ങൾ താഴ്ചയിലേക്ക് പോകുന്നത് എന്നൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഏത് സമൂഹത്തിനും ഈ താഴ്ച അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥ, പ്രശ്നങ്ങൾ, ഇതൊക്കെ സമൂഹത്തിൽ എല്ലാ സമയത്തും എല്ലാ ഘട്ടത്തിലും ഉണ്ടാവും. പക്ഷേ ഈ പ്രശ്നങ്ങളെ, പ്രക്ഷുബ്ധമായ കാലഘട്ടങ്ങളെ, പ്രതിസന്ധികളെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യ സമൂഹം അല്ലെങ്കിൽ ഒരു മനുഷ്യ നാഗരികത എങ്ങനെയാണ് ക്രിയാത്മകമായിട്ട് നേരിടുന്നത്, അതിനെ എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുന്നത്, അതിനെ പരിഹരിക്കേണ്ടതിൻ്റെ ഒരു മാർഗമാണ് ഇന്ന് നമ്മുടെ ഈ മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവിൻ്റെ ഈ പിന്നെ ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുള്ള ഹോപ്പ് എന്ന് പറയുന്നൊരു സാധനം, പ്രതീക്ഷ. അപ്പോൾ നമുക്ക് പിന്നെ ഇന്നത്തെ ചർച്ചയിലൂടെ നമുക്ക് എന്താണ് പ്രതീക്ഷകളിൽ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്, പ്രതീക്ഷകൾ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കലാണോ അതല്ല നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചാണോ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നമുക്കിന്ന് ചർച്ചയിലൂടെ മുന്നോട്ട് പോകാം. പ്രതീക്ഷയുടെ ഭാഷാപരമായിട്ടുള്ള അർത്ഥവൈവിധ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഒത്തിരി നമ്മൾ ചർച്ച ചെയ്തു. പ്രതിസന്ധികൾ വെറുമൊരു ചരിത്രപരമായി മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല. ഇന്നും നമ്മൾ പ്രക്ഷുബ്ധങ്ങളുടെ, പ്രതിസന്ധികളുടെ ഒരുപാട് അനുഭവങ്ങൾ നിരന്തരം നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്രകൃതിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണെങ്കിലും അധികാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള കാരണങ്ങൾ കൊണ്ടാണെങ്കിലും അത്തരം നമുക്ക് മുമ്പിൽ ജീവിക്കുന്ന പ്രതിസന്ധികളുടെയും അതിനെ തരണം ചെയ്യുന്ന പ്രതീക്ഷകളുടെയും ചിത്രങ്ങളിലേക്ക് കൂടി നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം എന്ന് കരുതുന്നു. പ്രതീക്ഷകളുടെ നമുക്ക് ചുറ്റുമുള്ള ജീവിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച്, ചിത്രങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് സംസാരിക്കാമോ? ഞാൻ പ്രിയപ്പെട്ട നൂറാനി അവസാനിപ്പിച്ചെടുന്ന് തുടങ്ങാമെന്നാണ് കരുതുന്നത്. അദ്ദേഹം ഇബ്നു ഖൽദൂൻ്റെ മുഖദ്ദിമയെ ആസ്പദമാക്കിക്കൊണ്ട് ആണ് പ്രതീക്ഷയെക്കുറിച്ച് ചില വാക്കുകൾ, ചില പരാമർശങ്ങൾ ഇവിടെ നടത്തിയത്. ഇബ്നു ഖൽദൂൻ അദ്ദേഹം സൂചിപ്പിച്ച അതേ ഗ്രന്ഥത്തിൽ തന്നെ മുഖദ്ദിമ എന്ന് പറയുമ്പോൾ കിതാബുൽ ഇബരി വ ദിവാനിൽ മുബ്തദ വൽ ഖബർ വൽ അറബ് വൽ അജം വൽ ബർബർ വ അസിറുഹു മിൻ ദവിൽ സുൽത്താനിൽ അക്ബർ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഇത് ഇബ്നു ഖൽദൂനെ പോലെ തന്നെ ദീർഘമായ ഒരു പേരുള്ള പുസ്തകവും
വളരെ സമഗ്രമായ ആശയലോകത്തെ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകവുമാണ്. ഇബ്നു ഖൽദൂൻ്റെ യഥാർത്ഥ പേര് അബ്ദുറഹ്മാൻ ഇബ്നു മുഹമ്മദ് ഇബ്നു യൂസഫ് അൽ ഖൽദൂൻ എന്ന. ഈ ഗ്രന്ഥത്തിൽ ഇബ്നു ഖൽദൂൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസ്താവം, അത് നമ്മുടെ ഈ വിഷയത്തിലേക്ക് വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇബ്നു ഖൽദൂൻ നാടോടി ജീവിതത്തിൻ്റെ മേന്മകളെക്കുറിച്ച് പറയുന്നിടത്ത്, നാടോടി അറേബ്യൻ ജീവിതത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, മനുഷ്യ ജീവിതത്തിൻ്റെ പരിമിതിയെക്കുറിച്ച്. ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് സ്ഥലം, കാലം, ബന്ധം, ഇതിൽ പരിമിതമാണ്. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു പ്രത്യേക കാലത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു മനുഷ്യൻ ജീവിക്കുന്നു, ജനിക്കുന്നു. അവിടെയുള്ള പരിമിതരായ മനുഷ്യരുമായി അവൻ സഹവസിക്കുന്നു, ഇടപെടുന്നു, കുറേ കാലം അവിടെ ജീവിക്കുന്നു, കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്യുന്നു. ഇത് മനുഷ്യൻ്റെ ഒരു പരിമിതിയാണ്. ഒരു പ്രത്യേക കുറഞ്ഞ കാലം, കുറഞ്ഞ സ്ഥലത്ത്, കുറഞ്ഞ മനുഷ്യരുമായിട്ടാണ് മനുഷ്യൻ സഹവസിക്കുന്നത്. വാസ്തവത്തിൽ ഇത് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ വളരാനുള്ള, വികസിക്കാനുള്ള, മനുഷ്യന് വളരണമെങ്കിൽ 4 തലം വളരണം എന്നാണ് ഖൽദൂൻ പറയുന്നത്. ശരീരം മാത്രം വലുതാ പോരാ, ശരീരം, ഹൃദയം, ബുദ്ധി, ആത്മാവ്. ഈ 4 കാലുകളിലാണ്, 4 പ്രതലങ്ങളിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഈ 4 പ്രതലങ്ങളും ഒരുപോലെ വളരണം. ശരീരം മാത്രം വളർന്നാൽ പോരാ, അതിനനുസരിച്ച് ഹൃദയം വളരണം, ഹൃദയത്തിനനുസരിച്ച് ബുദ്ധി വളരണം, ബുദ്ധിക്കനുസരിച്ച് ആത്മാവും വളരണം. ശരീരം വളരാൻ ഭക്ഷണം കഴിച്ചാൽ മതി. ബുദ്ധിയും ഹൃദയവും ആത്മാവും വളരണമെങ്കിൽ കേവലമായ ഭക്ഷണം കൊണ്ട് പോരാ, അതിന് ചില പ്രവർത്തനങ്ങൾ കൂടി ചെയ്യേണ്ടി വരും. ഇവിടെ ഇബ്നു ഖൽദൂൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യന്മാർ നേരത്തെ പറഞ്ഞ സ്ഥലകാല ബന്ധങ്ങളിൽ പരിമിതമായിക്കൊണ്ട് ചെറുതായി പോകുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യന് വലിയവനായി തീരണമെങ്കിൽ അവന് ഈ സ്ഥലകാല ബന്ധങ്ങളിൽ നിന്ന് ഇതിനപ്പുറം പോവുകയും അവൻ യാത്രകൾ, കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, കൂടുതൽ ബന്ധങ്ങളിലേക്ക്, കൂടുതൽ അനുഭവങ്ങളിലേക്ക്, അന്തരീക്ഷങ്ങളിലേക്ക് മനുഷ്യൻ സഞ്ചരിക്കുകയും കൂടി ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ മനുഷ്യൻ വളരുന്നത്. അഥവാ യാത്രകൾ ചെയ്യുന്ന മനുഷ്യന്മാർ വളരുന്നു, യാത്രകൾ ചെയ്യാത്ത മനുഷ്യന്മാർ ചെറുതാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ യാത്ര ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ത് എന്നുള്ളിടത്ത് ഖൽദൂൻ പറയുന്ന പ്രധാനപ്പെട്ട സംഗതി പ്രതീക്ഷകളാണ്. പ്രതീക്ഷകളില്ലെങ്കിൽ യാത്രയില്ല, പ്രതീക്ഷ ഇല്ലെങ്കിൽ ജീവിതം തന്നെ ഇല്ല. ഇപ്പോൾ ഒരു കർഷകൻ അയാളെ പാടത്ത് വിത്തിറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ഉണ്ട്, അതിൻ്റെ കൊയ്ത്തിനെക്കുറിച്ചുള്ള, വിളവെടുപ്പിനെക്കുറിച്ചുള്ള പ്രതീക്ഷ ഉണ്ട്. ഒരു മത്സ്യത്തൊഴിലാളി അല്ലെങ്കിൽ മുക്കുവൻ കടലിലേക്ക് വലയെറിയണമെങ്കിൽ അയാൾക്ക് പ്രതീക്ഷ ഉണ്ട്. ഒരു അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്നതിനൊരു പ്രതീക്ഷ ഉണ്ട്. മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നതിനൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അടിസ്ഥാന ഭാവമാണ്. ഈ മനുഷ്യന് വളരണമെങ്കിലും അനിവാര്യമായും യാത്ര ചെയ്യണം. യാത്ര ചെയ്യണമെങ്കിൽ മനുഷ്യന് പ്രതീക്ഷ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളത് ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് ഈ പ്രതീക്ഷകളായിരുന്നു ഓരോ യാത്രയുടെയും അടിസ്ഥാന കാരണമെന്നും ആ പ്രതീക്ഷകളിൽ നിന്നാണ് പിന്നീട് വലിയ വലിയ നേട്ടങ്ങളും വലിയ വലിയ ഇവിടെ സൂചിപ്പിച്ച നാഗരികതകളൊക്കെ ഉണ്ടായിത്തീർന്നത്. എന്താ നാഗരികത എന്ന് പറഞ്ഞാൽ? ഒരു നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ ഉദയം ചെയ്ത് വികാസം പ്രാപിച്ചു വന്ന മനുഷ്യ സംസ്കാരത്തെ നമ്മൾ നാഗരികത എന്ന് പറയാം. ഇപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ എടുക്കാം. മക്കയിൽ നിൽക്കുമ്പോൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ മദീന എന്ന് പറയുന്നൊരു പ്രതീക്ഷ അവിടെ ഉണ്ടായിരുന്നു. മദീനയിൽ ചെന്നു, അവിടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവിടെയും പ്രതിസന്ധികളുണ്ടായി. തിരിച്ച് മക്കം എന്ന് പറയുന്ന വേറൊരു പ്രതീക്ഷ, ആ പ്രതീക്ഷയിൽ നിന്നാണ് മക്കം ഫതഹ് ഉണ്ടായത്. ഇനി മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് തന്നെ മദീനക്കാർക്കൊരു പ്രതീക്ഷ ഉണ്ട്. എന്താ പ്രതീക്ഷ?
മദീനയിൽ ഔസ് ഖസറജ് എന്ന് പറയുന്ന ഒരുപാട് ഗോത്രങ്ങളുണ്ട്. അവിടെ യഹൂദികളുണ്ട്, മജൂസികളുണ്ട്. അവർ തമ്മിലിടയിൽ വലിയ തർക്കങ്ങളുണ്ട്, സംഘർഷങ്ങളുണ്ട്. ഈ സംഘർഷങ്ങളെ പരിഹരിക്കാൻ മുഹമ്മദിന് സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അതുകൊണ്ടാണ് അക്കബ ഉടമ്പടി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നുബൂവത്തിൻ്റെ 11-12 വർഷങ്ങളിൽ നടന്ന അക്കബ ഉടമ്പടി വാസ്തവത്തിൽ എന്തായിരുന്നു? മദീനക്കാരുടെ പ്രതീക്ഷയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പ്രതീക്ഷയാണ് എല്ലാ സമൂഹത്തിലും വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. പ്രതീക്ഷകൾക്കനുസരിച്ചാണ് ഒരു സമൂഹത്തിൻ്റെ വളർച്ച ഉണ്ടാകുന്നത്. ഇബ്നു ഖൽദൂനെ കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ട് ഇവിടെ പറയാം. ഇബ്നു ഖൽദൂൻ ചരിത്രത്തിൻ്റെ ആദ്യ ഭാഗത്ത് 3 പദങ്ങൾ പറയുന്നുണ്ട്. ഖദീം, ഖിദം, തഖദ്ദും. യഥാർത്ഥത്തിൽ ഈ 3 വാക്കുകളും ഒരേ റൂട്ടിൽ നിന്ന് വന്ന വാക്കുകളാണ്. ഖദീം എന്ന് പറഞ്ഞാൽ പഴയത്, ഖിദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നാലെ വരുന്നത്, തഖദ്ദും എന്ന് പറഞ്ഞാൽ മുന്നാലെ വരുന്നത് അഥവാ ഭാവി. ഇതൊക്കെ ഒരു സമൂഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രതീക്ഷകളുമായി, ആ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള അവരുടെ പ്രവർത്തനങ്ങളുമായി, അവരുടെ പ്രത്യുൽപ്പന്ന മതിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട്, കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട്, അവസരങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഉയർന്നു വരാനുള്ള ഒരു സമൂഹത്തിൻ്റെ പ്രവർത്തനശേഷി, സർഗശേഷിക്കനുസരിച്ച് കൊണ്ടാണ് ഇതൊക്കെ ഉള്ളത് എന്നാണ് ഖൽദൂൻ വിവക്ഷിക്കുന്നത്. ചോദ്യത്തിന് ഉത്തരമായോ എന്ന് എനിക്കറിയില്ല. നേരത്തെ സൂചിപ്പിച്ച ഖൽദൂന് എന്തായാലും ഞാൻ ഈ പറഞ്ഞതൊരു അനുബന്ധമായിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ പ്രതീക്ഷയുടെ ഒരു ചരിത്ര പശ്ചാത്തലമൊക്കെ നമ്മൾ വളരെ മനോഹരമായിട്ട് കേട്ടു. നമ്മൾ മക്കയും മദീനയൊക്കെ പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നൊരു ഒരു ഒരു പ്രദേശമാണ് ഗസ, ഫലസ്തീൻ. ഞാൻ കഴിഞ്ഞ ഒരു അനുഭവം വെച്ച് ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞു തുടങ്ങാം. കഴിഞ്ഞ ഒക്ടോബറിൽ, അതായത് ഒക്ടോബർ 7-നാണ് ഇപ്പോൾ കാണുന്ന ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം ഉടലെടുക്കുന്നത്. ഒക്ടോബർ 7-ന്. ആ ഒക്ടോബർ സമയം പ്രശ്നം തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ, അതായത് ആ ഒക്ടോബർ മാസത്തിൻ്റെ അവസാനത്തിലാണ് എനിക്ക് ഇസ്തംബുൾ പോകേണ്ടി വന്നത്. അപ്പോൾ ആ സമയത്ത് ഇസ്തംബുളിൽ ഇസ്തംബുൾ എന്ന് പറയുന്നൊരു നഗരം ഭയങ്കര രസകരമായിട്ടുള്ളൊരു നഗരമാണ്. അപ്പോൾ ആ നഗരത്തിൽ ഒരുപാട്, എൻ്റെ കൂടെ ഒരു 19ഓളം ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉയ്ഗൂർ മുസ്ലിങ്ങളുണ്ട്, ഫലസ്തീനി മുസ്ലിങ്ങളുണ്ട്, വിവിധ ആഫ്രിക്കൻ നാടുകളിൽ നിന്ന് കുടിയേറി വന്നിട്ടുള്ള ആളുകൾ, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ഫലസ്തീനികൾ നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്, ഫലസ്തീനികൾ നമ്മൾ കഥകളിൽ വായിച്ചിട്ടുണ്ട്, നമ്മളെല്ലായിടത്തും ഫലസ്തീനി ശരീരങ്ങളും മനുഷ്യന്മാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഫലസ്തീനിയെ നേരിട്ട് അനുഭവിക്കാൻ അവസരം കിട്ടിയൊരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഫലസ്തീനികൾ കൂടിയിരിക്കുന്ന സമയത്ത് അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു വൈബ് അത് തീർത്തും വ്യത്യസ്തമാണ്. ശരിക്കും നമ്മളത് അവരുടെ അടുത്ത് പോയിട്ട് ആ സുഹബത്ത് നിന്ന് നമുക്കത് കിട്ടണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് അവർ കൂടിയിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ എപ്പോഴും കൂടിയിരിക്കുന്ന സമയത്ത് ഫലസ്തീൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഫലസ്തീൻ യുദ്ധം നടക്കുന്നു, അവിടെ കുട്ടികളെ കൊല്ലുന്നു, ഈ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഞാൻ കണ്ട ഫലസ്തീനികളുടെ ബഹുഭൂരിപക്ഷവും ഫലസ്തീൻ്റെ പ്രതീക്ഷയെക്കുറിച്ച്, ഫലസ്തീനിലുണ്ടാവുന്ന പുതിയ പ്രഭാതങ്ങളെക്കുറിച്ച്, ഫലസ്തീനിലുണ്ടാവുന്ന പുതിയ പകലുകളെക്കുറിച്ചൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് ഫലസ്തീനി സുഹൃത്തുക്കൾ. അപ്പോൾ അവർ പ്രത്യേകത എന്ന് വെച്ചാൽ, അവർ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവർ കൂടിയിരുന്നിട്ട് അവരിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും. അക്കൂട്ടത്തിൽ ഞാൻ പോയ സ്ഥലങ്ങളിലൊക്കെ അവർ പാടുന്നൊരു പാട്ടുണ്ട്. മൗത്തിനി അൽ ജലാലു വൽ ജമാലു ഫി റുബാത്ത് എന്ന് പറയുന്ന ഒരു ഇബ്രാഹിം തോക്കാൻ എന്ന് പറയുന്ന 1934 ഒരു ഫലസ്തീൻ കവി എഴുതിയൊരു കവിതയുണ്ട്. ആ കവിത വളരെ മനോഹരമാണ്. ആ കവിതയിൽ പറയുന്നത്, ഫലസ്തീൻ എൻ്റെ ജന്മദേശമേ, നിൻ്റെ ഗാംഭീര്യവും നിൻ്റെ സൗന്ദര്യവും എല്ലാം നിൻ്റെ പർവ്വതങ്ങളിലാണ്, നിൻ്റെ അരുവികളിലാണ്, നിൻ്റെ പൂന്തോട്ടങ്ങളിലാണ്. ആ കവിതയിലുള്ള ചിത്രങ്ങൾ മുഴുവനും ഫലസ്തീനയുടെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. അപ്പോൾ അത്രയും രൂക്ഷമായിട്ട് ഒരു പക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പോരാളികൾ എന്ന് വിളിക്കുന്ന, നമ്മളൊക്കെ ചരിത്രത്തിൽ ഒരുപാട് പോരാളികളെ കണ്ടിട്ടുണ്ടാകും, പോരാളികളായിട്ടുള്ള പല മനുഷ്യന്മാരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പോരാളികൾ എന്ന് പറയുന്ന ഒരു പക്ഷേ ഫലസ്തീനി ജനതയായിരിക്കും. അത്രയും രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആ ഒരു ജനത വരെ, അതിൽ വലിയ ആളുകളൊന്നുമല്ല, അതിൽ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വിദ്യാർത്ഥികളായിട്ട് ആളുകൾ വരെ അവർ കൂടിയിരുന്ന് പാടുന്ന പാട്ടുകൾ എങ്ങനെയാണ്, അവരവിടുത്തെ പുതിയ പ്രഭാതങ്ങളെക്കുറിച്ചും പുതിയ ദിവസങ്ങളെക്കുറിച്ചും ആ കവിതയൊക്കെ വളരെ മനോഹരമാണ്.
ആ കവിതയിലൊക്കെ പറയുന്നത്, ആ കവിതയിൽ ഉടനീളം പറയുന്നത് ഫലസ്തീനിലെ മനോഹരമായ നദികളെക്കുറിച്ചും പർവ്വതങ്ങളെക്കുറിച്ചും ഇലകളെക്കുറിച്ചും പൂക്കളെക്കുറിച്ചും പൂമ്പാറ്റകളെക്കുറിച്ചുമാണ്. അപ്പോൾ ഇതായിരിക്കണം ഒരു ജനതയുടെ, ഒരു മനുഷ്യൻ്റെ പിന്നെ ഒരു ഭാവിയേക്കുള്ള ഒരു നോട്ടം. പ്രശ്നങ്ങളൊക്കെ നമ്മളെ മുമ്പിലുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. നമ്മൾ കാണുന്ന മാധ്യമങ്ങൾ, നമ്മളെ മുമ്പിലിരിക്കുന്ന, ഇപ്പോൾ എൻ്റെ കൂടെ അവിടെയുള്ള സമയത്ത് എന്നോട് പലരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ചിലരൊക്കെ ഇന്ത്യയിലേക്ക് ഇങ്ങനെ ക്ഷണിക്കും. അപ്പോൾ അവർ ചോദിക്കും, ഇങ്ങനെ ഇന്ത്യയിലേക്ക് വന്നാൽ ഭയങ്കര പ്രശ്നമല്ലേ, പിന്നെ നിങ്ങളെ നാട്ടിൽ ഭയങ്കര പിന്നെ മുസ്ലിങ്ങൾക്കൊക്കെ ജീവിക്കാൻ കഴിയുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ കാണുന്ന സ്ഥലങ്ങളൊക്കെ, നമ്മൾ കാണുന്നതും കേൾക്കുന്നതൊക്കെ ഈ മാധ്യമങ്ങളിലൂടെ ആ നാടിൻ്റെ സ്വച്ഛന്തമായിട്ടുള്ള അതിൻ്റെ സൗന്ദര്യങ്ങളൊന്നും ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷയെക്കുറിച്ച് സംസാരിക്കുക, പിന്നെ എപ്പോഴും സ്വപ്നങ്ങൾ കാണുക. അതേപോലെ തന്നെ ആ സ്വപ്നങ്ങളിലാണ് വലിയ സമൂഹങ്ങൾ ജീവിക്കുന്നത്. അതിലാണ് അവർ പുതിയ നാളെക്കുറിച്ചുള്ള പുതിയ കാര്യങ്ങൾ അവർ ക്രിയേറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയാനുള്ളത്. നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ഈ സംഭാഷണം ഇങ്ങനെ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നൂറാനി അവരുകൾ പറഞ്ഞ മനുഷ്യ ജീവിതത്തിലുള്ള സംഘർഷങ്ങൾ, പ്രശ്നങ്ങൾ, കാലുഷ്യങ്ങൾ, ഇത് നമുക്ക് എങ്ങനെ അതിജീവിക്കാം? ഇത് ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് അതിജീവിക്കാം. ഈ ശുഭപ്രതീക്ഷ ഉണ്ടാവണമെങ്കിൽ നമ്മളെങ്ങനെ എന്താ ചെയ്യുക? അത് വെറുതെ ഉണ്ടാവും? അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അതിന് നാം ചരിത്രബോധം ഉള്ളവരായി തീരുക എന്നുള്ളതാണ് ഒരു സമൂഹത്തിന് പ്രതീക്ഷ നിർഭരരായി തീരുന്നതിൻ്റെ ഭാഗമായി ചെയ്തു തീർക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി. നമ്മൾ ചരിത്രം പഠിക്കണം. ചരിത്രം വളരെ പ്രധാനമാണ്. ഇസ്ലാമിക തത്വചിന്തയിൽ അറിവിന് 3 സ്രോതസ്സുകളാണുള്ളത്. അതിൽ ആദ്യത്തേത് പ്രകൃതി, രണ്ടാമത്തേത് ചരിത്രം, മൂന്നാമത്തേത് വഹ്യ്, ദിവ്യ വെളിപാടുകൾ. ചരിത്രം വളരെ പ്രധാനമാണ്. ചരിത്രബോധം, ചരിത്ര പഠനം, ചരിത്ര നിർമ്മാണം, ഇതൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇബ്നു ഖൽദൂൻ്റെ ഊന്നലും ഇവിടെ തന്നെയാണ്. ചരിത്രബോധമുള്ള സമൂഹം, ചരിത്രം പഠിക്കുന്ന സമൂഹം, ചരിത്രം പഠിപ്പിക്കുന്ന സമൂഹം, സ്വന്തമായ ചരിത്രം നിർമ്മിക്കുന്ന സമൂഹം, അവർ കാലത്തെ അതിജയിക്കും. കാലത്തിൻ്റെ സങ്കീർണതകളെ, കാലത്തിൻ്റെ കാലുഷ്യതകളെ അവർ അതിജീവിക്കും. നമ്മുടെ ചരിത്രം മറ്റുള്ളവർ എഴുതുമ്പോൾ, അതല്ലെങ്കിൽ അതിന് ഇടം കൊടുക്കുമ്പോൾ, കാലത്തിൻ്റെ സംഘർഷങ്ങളുമായി, കാലത്തിൻ്റെ വെല്ലുവിളികളുമായി നാം കൂടുതൽ സ്ട്രഗിൾസ്, ഈ പോരാട്ടങ്ങൾ നടത്തേണ്ടി വരും. ഇവിടെ നാം മനസ്സിലാക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഖൽദൂൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തോട്ടാണ്. അതുകൊണ്ട് നാം പ്രതീക്ഷാനിർഭരമായി തീരുക. പ്രതീക്ഷകൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇസ്ലാമിക നമ്മുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുക. ഏത് കാലത്താണ് കാലുഷ്യം ഇല്ലാത്തത്? എല്ലാ കാലത്തും കാലുഷ്യം തന്നെയാണ്. ഇപ്പോൾ പ്രവാചകരുടെ കാലത്തിൽ മക്കൻ ഖുറൈശികൾ ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് മക്കം ഫതഹ് ഉണ്ടായിത്തീരുന്നു, പ്രവാചകൻ അധികാരത്തിൽ വരുന്നു, ഭരിക്കുന്നു, മദീന സ്റ്റേറ്റ് ഉണ്ടാകുന്നു, തുടർന്ന് അബൂബക്കർ സിദ്ദീഖ് അധികാരത്തിൽ വരുന്നു. അവിടെയൊക്കെ മരുഭൂമിയിലെ മണൽക്കാറ്റ് പോലെയാണ് കാലുഷ്യങ്ങൾ വരുന്നത്. ഒരു ഭാഗത്ത് കള്ളപ്രവാചകന്മാരുടെ പ്രശ്നം, ഒരു ഭാഗത്ത് സക്കാത്ത് നിഷേധികളുടെ പ്രശ്നം. അത് കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹം അധികാരത്തിൽ വരുന്നു. അവസാനം ഉമർ ഇബ്നുൽ ഖത്താബിനെ കൊല ചെയ്യപ്പെടുന്നു. ആര്? ഒരു മജൂസിയാണെന്ന് വെക്കാം. ഉസ്മാൻ അഫ്ഫാനെ കൊന്നതാരാണ്? മുസ്ലിങ്ങളാണ് കൊന്നത്. അലി ബിൻ അബി തലീബിനെ കൊന്നതാരാണ്? മുസ്ലിങ്ങളാണ് കൊന്നത്. പായി കടന്നിട്ടൊരൊറ്റ ഖലീഫയെ മരിച്ചിട്ടുള്ളൂ, അത് അബൂബക്കർ സിദ്ദീഖാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിക ചരിത്രത്തിലുടനീളം കാലുഷ്യതകളുണ്ട്. ഈ കാലുഷ്യതകളെ അതിജീവിക്കാൻ നാം ചരിത്രം പഠിക്കുക, ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. അതുവഴി നാം കൂടുതൽ പ്രതീക്ഷ ഉള്ളവരും പ്രചോദിതരുമായി തീരുക എന്നുള്ളതാണ് അതിനുള്ള പോംവഴി എന്നും, അങ്ങനെ ഒരു ചരിത്രബോധം ഉണ്ടാകുന്നത് വഴി മാത്രമേ
വർത്തമാനകാലത്തിൻ്റെ കാലുഷ്യതകളിൽ നിന്ന് നമുക്ക് യഥാർത്ഥത്തിൽ മോചനമുണ്ടായിത്തീരുന്നുള്ളൂ എന്നും സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സെക്യൂരിറ്റി മാഷ് പറഞ്ഞത് നമ്മൾ ചരിത്രത്തിൽ കൂടുതൽ അവബോധമുള്ളവരാവണം, ചരിത്ര സമൂഹമാവണം എന്നുള്ളതാണ്. ചരിത്രങ്ങളിൽ നിന്നാണ്, ചരിത്രമാണ് നമ്മൾ ഏറ്റവും വലിയ റെഫറൻസ് എന്ന് പറയുന്നത്. നമ്മളെ മുൻകാല സമൂഹങ്ങൾ എന്താണ് ഓരോ പ്രശ്നങ്ങളെയും നേരിട്ടത്, ഓരോ കാര്യങ്ങളെയും അവർ എങ്ങനെയാണ് നോക്കിക്കണ്ടത്, അതിനോട് അവരെങ്ങനെയാണ് ക്രിയാത്മകമായിട്ട് പ്രതികരിച്ചത് എന്നുള്ളത് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ നമ്മൾ ഈ ചർച്ചയിൽ ഉടനീളം സൂചിപ്പിച്ച ഇബ്നു ഖൽദൂൻ്റെ മുഖദ്ദിമ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് നമ്മളെ വഴി നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മുഖദ്ദിമ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൻ്റെ സ്ഥാപകനായിട്ടുള്ള, മെറ്റയുടെ സ്ഥാപകനായിട്ടുള്ള മാർക്ക് സക്കർബർഗ്, അദ്ദേഹം ഒരു വർഷം റീഡ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ എണ്ണിയ പുസ്തകമാണ് മുഖദ്ദിമ. മുഖദ്ദിമ എത്രത്തോളം മുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ, അതല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു ഇസ്ലാമിക് ക്രിയേറ്റീവ് സർക്കിളിൽ എത്രത്തോളം വായിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓട്ടോമൻ കാലഘട്ടത്തിലൊക്കെ ഇസ്താംബുളിലെ തെരുവുകളിലൊക്കെ മുഖദ്ദിമകൾ നന്നായി വിറ്റഴിക്കപ്പെട്ടിരുന്നു എന്ന് ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. പറഞ്ഞു വരുന്നത് ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ ബോധിപ്പിക്കുന്ന, എല്ലാം നമ്മോട് സൂചിപ്പിക്കുന്നത് നമ്മൾ പ്രതീക്ഷയുള്ളവരാവുക, സ്വപ്നം കാണുന്നവരാവുക, ഡിസയർ ഉള്ളവരാവുക, ആഗ്രഹങ്ങളുള്ളവരാവുക എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പേർഷ്യൻ ഒരു കഥയുണ്ട്. കഥയെന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ അത് നമ്മളെപ്പോഴും പറയുന്നൊരു സംഗതിയാണ്. അതായത് പേർഷ്യനിലൊരു രാജാവ് ഏത് സന്തോഷം വരുന്ന സമയത്തും സങ്കടം വരുന്ന സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്യം കണ്ടെത്താൻ പറഞ്ഞു. അങ്ങനെ ഒരാൾ ആ രാജാവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളെപ്പോഴും ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കമാണ്, ദിസ് ടു ഷാൾ പാസ്. നമ്മൾ ഈ സമയവും കടന്നു പോകും. പ്രതീക്ഷയുള്ള സമൂഹത്തിൻ്റെ ദുരന്തങ്ങൾ വരുന്ന സമയത്ത്, പ്രക്ഷുബ്ധമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, എല്ലാ പ്രശ്നങ്ങളിലും നമ്മളെടുത്തുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചിന്താഗതി എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ ചരിത്രബോധമുള്ളവരാവുക, രണ്ടാമതായിട്ട് ഈ സമയത്തെയും മറികടക്കാനുള്ള ഒരു ആത്മവിശ്വാസവും നമുക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സമുദായത്തിനും നാഗരികതക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ചുറ്റുമുള്ള മനുഷ്യർ പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്ന നാം അവരുടെ ആവലാതികളെക്കുറിച്ച് മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന മനുഷ്യർ പ്രതീക്ഷകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരെ അതിന് പ്രേരിപ്പിക്കുന്നത് ചരിത്രബോധവും ഓർമ്മകളും തന്നെയാണ്. ഈ ഒരു പ്രതീക്ഷാ തുരുത്തും അത്തരത്തിലുള്ള ഓർമ്മയും ചരിത്രവുമായി മാറട്ടെ, നമുക്കും പ്രതിസന്ധികൾ മറികടക്കാനുള്ള ഊർജ്ജമാവട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. ഈ സെഷനിൽ പങ്കെടുത്ത ഡോക്ടർ സക്കീർ ഹുസൈൻ മാസ്റ്റർക്കും നൂറുദ്ദീൻ നൂറാനിക്കും കൃതജ്ഞതകൾ രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.